പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാം വചനം ഇങ്ങനെ പറഞ്ഞു തരികയാണ്: നീ എഫെസോസിൽ താമസിക്കുക, വ്യാജ പ്രബോധനം നൽകിയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും നീ ശ്രദ്ധ ചെലുത്തിയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വംശാവലിയിലും നമ്മുടെ ഐതിഹ്യങ്ങളിലും ഒക്കെ കൂടുതൽ നമ്മൾ ആഴത്തിൽ അഭിമാനിക്കുന്ന മക്കളാണല്ലോ. അപ്പോൾ ഈശോ പൗലോസ്ലീഹായിലൂടെ പറഞ്ഞു തരികയാണ്, നീ അവിടെ താമസിച്ച് അവരെ ശാസിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ സംശയങ്ങൾക്കും ഉപകരിക്കുകയുള്ളൂ. കൂടുതലായിട്ട് തെറ്റായ ധാരണകൾ, തെറ്റായ പ്രബോധനങ്ങൾ കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുവാനേ സാധിക്കുള്ളൂ. എന്നാൽ ഇവയൊക്കെ ഉളവാക്കുമ്പോൾ പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസ്സാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിലും സ്നേഹത്തിലുമൊക്കെ ഉരുവാകുമ്പോഴാണ് മറ്റുള്ളവർക്കും അടിസ്ഥാനമാകുന്നതും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതും. എന്നാൽ ഇവയിൽ നിന്നൊക്കെ വ്യതിചലിച്ച് മോശമായ അർത്ഥശൂന്യമായ ചർച്ചകളിലേക്കൊക്കെ തിരിയുമ്പോൾ അവ മറ്റു തരത്തിലുള്ള മോഹങ്ങൾക്കും മറ്റു തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിലേക്കുമൊക്കെ പോകുവാൻ സാധ്യതയുണ്ട് എന്ന് പൗലോസ്ലീഹ തിമോത്തിയോസിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, തെറ്റായ പ്രബോധനങ്ങളെ ഓർത്ത് അർത്ഥശൂന്യമായ ചിന്തകളെ ഓർത്ത് അനുതപിക്കാം, പശ്ചാത്തപിക്കാം, തമ്പുരാനോട് ചേർന്നിരിക്കാം. Follow the Word of God.